ഹായ്, വെൽക്കം ബാക്ക് ടു ജെഷീസ് വ്ളോഗ്. ഇന്ന് ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് വടുകപ്പുളി എന്ന് പറയില്ലേ, ഈ വലിയ നാരങ്ങ, അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം നമുക്ക്. നല്ല പഴുത്ത് ഉണങ്ങാൻ തുടങ്ങിയൊരു നാരങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ചാറുണ്ടാക്കാം. നല്ല പഴുത്ത നാരങ്ങയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം കയ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി ഇതൊന്നും ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ നാരങ്ങ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അരിയുമ്പോൾ തന്നെ അതിൻ്റെ കുരു ഉണ്ടാവുമല്ലോ, അതൊക്കെ നീക്കണം. കുരുവൊക്കെ ഇളക്കി കളയാം കേട്ടോ. കുരുവൊന്നും ഇതിൽ അരിഞ്ഞ് പെടരുത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, ഇത് ചീനമുളകാണ്, ചെറിയ കാന്താരി എന്ന് പറയില്ലേ, അത് അരിഞ്ഞത്. ഞാനതിലൊരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വേപ്പില അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇത് ടീസ്പൂണാണ്, അപ്പോൾ അതിനൊരു 3 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും വേണ്ടി വരും, നല്ല പുളി, നാരങ്ങയ്ക്ക് നല്ല പുളിയല്ലേ. അപ്പോൾ ഇത് പിന്നെ കാന്താരി മുളക് ഇട്ടത്, ഈ ചീനമുളക് ഇടാൻ കാരണം ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവുണ്ടാവില്ലല്ലോ. അപ്പോൾ അതാണ്. പിന്നെ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. വളരെ സിമ്പിളായിട്ട്, വലിയ മെനക്കെടൊന്നുമില്ല. ഇത് അരിയാനുള്ളൊരു ടൈം മാത്രമേ വേണ്ടൂ നമുക്ക്. ഇനി ബാക്കി എന്താ ചേർക്കുന്ന നോക്കാം. ഇനി ഇതിലേക്ക് 3 സ്പൂണ്, ഇത് കാശ്മീരി മുളകാണ്, 3 സ്പൂണ് മുളക് പൊടി ഉണ്ട്. ഇത് ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണല്ല. 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പ് ഇനി ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മളിതിൽ ഒരു 3 സ്പൂണ് ഉപ്പാണ് ഇട്ട്, ഉപ്പ് പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു. ഞാനതിൽ കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത്. ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ടിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 നാരങ്ങയുടെ നീര്, ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. പുളി കുറവ് മതി, പുളി അധികം വേണ്ട എന്നുള്ളവർക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല പുളി പ്രശ്നമില്ല, പുളി ഇഷ്ടമുള്ളവർക്ക് നാരങ്ങയോ വിനാഗിരിയോ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇതൊരു 3 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. ഇതിനി ഇരുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ ഇതുണ്ട്, ഈ നാരങ്ങ ഒന്ന് അലിഞ്ഞ് അതിന് വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചും കൂടി വെള്ളമായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. ലാസ്റ്റ് അത് നന്നായി മിക്സ് ചെയ്യാം. ഇതിന് പകരം വിനാഗിരിയോ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ വലിയ നാരങ്ങയല്ല, നല്ല പഴുത്ത നാരങ്ങനെ നോക്കിയെടുക്കുക. ഇത് ഇങ്ങനെ അച്ചാറിടാനായിട്ട്, അല്ലെങ്കിൽ കയ്പ്പ് കൂടുതലായിരിക്കും. വലിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ എന്തായാലും കയ്പ്പ് ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പൊതുവെ കയ്പ്പ് കുറവായിരിക്കും കേട്ടോ, ഈ രീതിയിൽ അച്ചാറിടുമ്പോൾ. പിന്നെ ഞാനിതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു ചെറിയ കയ്യിലില്ലേ, നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ എടുക്കുന്ന, കറി എടുക്കാനൊക്കെ എടുക്കുന്ന അങ്ങനത്തെ കയ്യിലിന് ഒരു കയ്യിൽ വെളിച്ചെണ്ണ. അത് ചൂടാക്കുകയൊന്നും ചെയ്തിട്ടില്ല, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഈ പച്ചമുളകും വേപ്പിലയും ഈ വെളിച്ചെണ്ണയും ഒക്കെ കൂടി വരുന്ന ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ അച്ചാറിന്.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ 2 സ്പൂണും കൂടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക കേട്ടോ. കാരണം നാരങ്ങയല്ലേ, നല്ല ഉപ്പ് എന്തായാലും വേണം. ഇതിങ്ങനെ പാകമായി വരുന്നതോറും നമുക്ക് ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ ലാസ്റ്റ് ആണ്, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതോടെ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ദിവസം പുറത്ത് വയ്ക്കുക, പിന്നെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ദിവസം മാക്സിമം 2 ദിവസം വരെ നമുക്കത് പുറത്ത് വയ്ക്കാം. കാരണം ഇതൊന്ന് ഇളകി ഒന്ന് ഈ ഇതൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് പുറത്ത് വയ്ക്കാം. അത് 2 ദിവസം വെച്ചാൽ മതി, അതിലും കൂടുതൽ വെക്കരുത്. അപ്പോൾ കേടാവും അച്ചാർ. കാരണം ഇതിലൊന്നും നമ്മൾ വേവിച്ചിട്ടല്ലല്ലോ ചേർക്കണം, എല്ലാം ഫ്രഷായി അങ്ങനെ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് എല്ലാം റോ മെറ്റീരിയൽസ് അല്ലേ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേടാവും പെട്ടെന്ന്. അപ്പോൾ ഇത് 2 ദിവസമായി, ഒരു ദിവസം വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു ദിവസം കൂടി വെക്കാം. എന്നിട്ട് പിന്നെ ഇത് ഫ്രിഡ്ജിൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നല്ല രസമാണ്. മുളക് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ആ പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാനതിൽ പച്ചമുളക് യൂസ് ചെയ്തത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി, മറ്റേ മുളക് പൊടി ഉപയോഗിക്കരുത്, അപ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ അതിൽ കടുക് വറവിട ഒന്നും വേണ്ട കേട്ടോ. ഇത് ഇത്ര മാത്രമേ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇത്ര ഒട്ടും ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. കടുക് ഉലുവ അതൊന്നും വറുത്ത് പൊടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എല്ലാ അച്ചാറിനെ പോലെ ഈ അച്ചാറും ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇട്ട് അന്ന് തന്നെ അപ്പം തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവറൊന്നും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പം ഒരു ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ എന്തായാലും ദിവസം കഴിയുന്തോറും തന്നെയാണ് അച്ചാറിന് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത്. അതുപോലെ തന്നെയാണ് ഈ അച്ചാറിനും. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഞാനിപ്പോൾ ഇതിൽ ടോട്ടൽ ഒരു 5 ടീസ്പൂണ് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി പാകം നോക്കി കുറച്ച് കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടിയൊക്കെ ഇടേണ്ടി വരും. അതെല്ലാം പിന്നെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.